Good morning. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ഇതുവരെ പറഞ്ഞത് റൂദർഫോർഡിന്റെ ആറ്റം മോഡലാണ്, ക്ലാസിക്കൽ തിയറി വെച്ചിട്ടുള്ള റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. ഇന്ന് നമ്മൾ അതിന്റെ ഒന്നും കൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ആറ്റം മോഡലാണ്. ആറ്റം മോഡൽ പുട്ട് ഫോർവേഡ് ബൈ നീൽസ് ബോർ ഇൻ ദി ഇയർ 1913. നീൽസ് ബോർ പുട്ട് ഫോർവേഡ് എ മോഡൽ ഫോർ ദി ആറ്റം which is in relation with the matter wave concept derived by or formulated by de Broglie. That is, this atom model was put forward by Niels Bohr in the year 1913 in relation with de Broglie's matter wave concept. രണ്ട് തിയറീസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ബോറിന്റെ ആറ്റം മോഡലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതുപോലെ ഡി ബ്രോഗ്ലി മാറ്റർ വേവ് കോൺസെപ്റ്റ്, അതായത് മാറ്റർ ഈസ് നോട്ട് ഓൺലി ഹാവിംഗ് ദി പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾസ്, ഇറ്റ് ഓൾസോ പൊസസ് ദി നേച്ചർ ഓഫ് വേവ് ഓൾസോ. ആ കോൺസെപ്റ്റും കൂടി ഇൻകൾക്കേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബോർസ് ആറ്റം മോഡൽ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന ഡി ബ്രോഗ്ലി വേവ് കോൺസെപ്റ്റ് നമ്മുടെ നേരത്തെ പഠിച്ചിരിക്കുന്ന ക്ലാസിക്കൽ തിയറി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് ആറ്റത്തിന് ഈ പറയുന്ന ബോറിന്റെ ആറ്റം മോഡൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതായത് നേരത്തെ നമ്മൾ ക്ലാസിക്കൽ തിയറി പറഞ്ഞു, റൂദർഫോർഡിന്റെ ക്ലാസിക്കൽ തിയറി വെച്ച് റേഡിയസ് ഇക്വേഷൻ പറഞ്ഞു. ഒരു ഇലക്ട്രോണ് ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ കേസിൽ ഉണ്ടാകുന്ന ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി പറഞ്ഞു, അതിന്റെ എനർജി ഇക്വേഷൻ പറഞ്ഞു. അതേപോലെ ആ റേഡിയസ്, ഏറ്റവും മിനിമം ഓർബിറ്റിന്റെ റേഡിയസ്, അതിനെ ബോർ റേഡിയസ് എന്ന് പറയും, ആ റേഡിയസിന്റെ വാല്യൂ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങൾ ഈ ക്ലാസിക്കൽ തിയറിയും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവ് കോൺസെപ്റ്റും കൂടി ചേർത്തിട്ട് എങ്ങനെയാണ് ബോർ ഒരു ആറ്റം മോഡൽ ഫോർമുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ mv. അതായത് നമ്മൾ മാറ്റർ വേവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, മാറ്റർ വേവ് കൺസെപ്റ്റ് തന്നെ, മാറ്റർ വേവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വേവിന്റെ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ mv. ഇവിടെ നമ്മൾ ആ വേവ് കൺസെപ്റ്റ് ഇലക്ട്രോണിന്റെ കേസിൽ പറയണം. ഒരു ആറ്റത്തിൽ നടക്കുന്ന ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺ ഇങ്ങനെ അതിന്റെ ഫസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന് ഉണ്ടാകുന്ന റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു h Planck's constant. H is equal to 6.64 into 10 raised to minus 34 SI units. Mass of electron is equal to 9.1 into 10 raised to minus 31 kilogram. Then velocity equation നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h ഡിവൈഡ് ബൈ m into square root of E divided by 4 pi epsilon 0 mr. That is, lambda is equal to, ഈ ഡിനോമിനേറ്റർ ഉള്ളത് മുകളിലേക്ക് പോകും, that is h by square root of 4 pi epsilon 0. Here there is an m, therefore h by here this is the equation for velocity. H divided by E divided by, within the square root itself, divided by m. This is the equation for lambda wavelength of the electron of the hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് നമ്മൾ വേവ് കൺസെപ്റ്റും കൂടി പറയുമ്പോൾ, മാറ്റർ വേവ് കൺസെപ്റ്റ് ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റും കൂടി ഇതിനകത്ത് യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇതിനകത്ത് ഇതൊക്കെ നോൺ വാല്യൂസ് ആണ്. h Planck's constant വിനോ, ഇലക്ട്രോണിന്റെ ചാർജ് E, എപ്സിലോൺ 0, 4 pi, r റേഡിയസ് മീൻസ് റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ നേരത്തെ അത് ഡെറൈവ് ചെയ്തെടുത്താണ്. ആറിന്റെ വാല്യൂ നമുക്കറിയാം. m മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ നോൺ വാല്യൂസ് ആണ്. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് wavelength lambda is equal to wavelength of electron lambda is equal to
33 into 10 raised to minus 11 meter. This is a very important term. അതായത് ഇലക്ട്രോണിന്റെ നമ്മൾ മാറ്റർ വേവിന്റെ കോൺസെപ്റ്റ് കൊടുക്കുമ്പോൾ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് 33 into 10 raised to minus 11 meter. ഇതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുന്നത് ഒരു വേവ് ലെങ്ത് മീൻസ് ലെങ്ത് ഓഫ് എ വേവ് ആണ്. ഈ വേവ് നമ്മൾ ഇങ്ങനെ ഇതിന്റെ രണ്ട് എൻഡും യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു പകുതി ആൻഡ് റിമൈനിങ് ഹാഫ്. രണ്ട് ഹാഫ്സ് ആണ്. അപ്പോൾ ദിസ് ഇസ് എ കംപ്ലീറ്റ് വേവ്. Total wavelength is equal to 33 into 10 raised to minus 11 meter. That if the two ends of the wave of one wavelength is joined together, it constitutes a circle. ഒരു സർക്കിൾ ആയിട്ട് മാറും. ഇതാണ് നമ്മൾ പറയുന്ന ബോറിന്റെ ആറ്റം മോഡലിലെ ഇലക്ട്രോണിന്റെ ഒന്നാമത്തെ ഓർബിറ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഇതാണ് വരുന്നത്. ഇനി നമ്മൾ സാധാരണ ഒരു സ്ട്രിങ്ങിലുള്ള വൈബ്രേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിങ്ങിന്റെ വൈബ്രേഷന്റെ പ്രത്യേകത, ഒരു സ്ട്രിങ് രണ്ട് ഭാഗത്തും വലിച്ച് കെട്ടിയിട്ട് നമ്മൾ വൈബ്രേഷൻസ് ഉണ്ടാക്കുമ്പോൾ ദി വൈബ്രേഷൻസ് വിൽ ബി മൾട്ടിപ്പിൾസ് ഓഫ് വേവ് ലെങ്ത്. 1 വേവ് ലെങ്ത് അല്ലെങ്കിൽ 2 വേവ് ലെങ്ത്, ഇങ്ങനെ ഒരു വേവ് ലെങ്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഉണ്ടാവും. അല്ലാതെ ഇതിന്റെ പകുതിക്ക് വെച്ചിട്ട് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് ഇവിടെ നമുക്ക് പറയാം ഒന്നാമത് ഏറ്റവും സിംഗിൾ ഒറ്റ വേവ് ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സർക്കിൾ കിട്ടി. ഇനി നെക്സ്റ്റ് എനർജി ലെവൽ പറയുന്നത് വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു എനർജി ലെവൽ. അടുത്ത എനർജി ലെവൽ എന്ന് പറയുന്നത് രണ്ട് വേവ്സ് ജോയിൻ ചെയ്ത പറയും. രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് രണ്ടാമത്തെ വേവ് ലെങ്ത്. അതിന്റെ ഇടയിലൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് ആ സമയത്ത് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും. പിന്നെ അത് സ്ലോലി എനർജി റെഡ്യൂസസ്, ഡെസിപ്പേറ്റ്സ് എനർജി. Therefore, first orbit corresponds to a circle. Second orbit, this corresponds to one wavelength. Second orbit corresponds to 2 wavelengths. 2 wavelengths, and that can be drawn like this. രണ്ട് വേവ് ലെങ്സ്, അവസാനം രണ്ട് വേവ് ലെങ്സ് ഉള്ള ഈ ഒരു ഷേപ്പ് നമ്മൾ രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ എനർജി സ്റ്റേറ്റ്. ഇനി വെൻ നമുക്ക് n is equal to 1 എന്ന് പറയാം. Here n is equal to 2 wavelengths. Then n is equal to 3. n is equal to 3 consists of 3 wavelengths. 1, 2, 3. 3 wavelengths. നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 1, 2, 3. 3 wavelengths combine together. n is equal to 3. Similarly, we can write 4 wavelengths. n is equal to 4. We can express just like this. n is equal to 4. 4 times wavelengths, that is equal to, this is n is equal to 4. That is, all this corresponds to different energy levels of electrons in a hydrogen atom. According to Bohr, ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോർ ആറ്റം മോഡൽ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ബോർസ് ആറ്റം മോഡൽ ഇലക്ട്രോണിന് ഉണ്ടാവാൻ പറ്റുന്ന ഒന്നാമത്തെ എനർജി സ്റ്റേറ്റ് എന്നത് n is equal to 1. That corresponds to 1 complete wavelength. അതിന്റെ വാല്യൂ ആണ്, വേവ്ലെങ്ത്തിന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത് 33 into 10 raised to minus 11 meter. അത് കഴിഞ്ഞ് അടുത്ത ലെവലിൽ ഉണ്ടാവുന്നത് അതിന്റെ ഡബിൾ ആണ്, 2 times 33 into 10 raised to minus 11 meter. അത് കഴിഞ്ഞ് അടുത്ത എനർജി ലെവൽ വരുന്നത് 3 times 33 into 10 raised to minus 11 meter. That is equal to 3. നെക്സ്റ്റ് ലെവൽ വരുന്നത് n is equal to 4 ആണ്. അപ്പൊ ഈ എനർജി സ്റ്റേറ്റ്സിൽ മാത്രമേ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിന്റെ ഇടയിലുള്ള സ്റ്റേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. n is equal to 1, n is equal to 2, n is equal to 3 അങ്ങനെയുള്ള ഓരോ നമ്പേഴ്സിൽ മാത്രമേ, നമ്പേഴ്സ് ഉള്ള എനർജി ലെവലിൽ മാത്രമേ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക തിയറി വെച്ചിട്ടാണ് ബോർ ഈ ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് കൂടി ചേർത്തിട്ട് അവസാനം എത്തുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത് ഇലക്ട്രോണിനെ ഇങ്ങനെ തോന്നിയ പോലെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആറ്റത്തിലുള്ള ഇലക്ട്രോണിന് ഏതെങ്കിലും ഓർബിറ്റിൽ ഏതെങ്കിലും എനർജി ലെവലിൽ നിൽക്കാൻ വേണ്ടി കഴിയില്ല. ചില പെർട്ടിക്കുലർ എനർജി ലെവലിൽ മാത്രമേ പറ്റുള്ളൂ. ആ പെർട്ടിക്കുലർ എനർജി ലെവലാണ് ഒന്നാമത്തെ ലെവലിൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയും. ഫസ്റ്റ് ക്വാണ്ടം നമ്പർ, സെക്കൻഡ് ക്വാണ്ടം നമ്പർ, തേർഡ് ക്വാണ്ടം നമ്പർ. ഫസ്റ്റ് ക്വാണ്ടം നമ്പർ n is equal to 1, സെക്കൻഡ് ക്വാണ്ടം നമ്പർ n is equal to 2, n is equal to 3, n is equal to 4, etc. ഓരോ ക്വാണ്ടം നമ്പറും ഓരോ എനർജി സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും കുറച്ച് എനർജി ഉണ്ടാകുമ്പോൾ n is equal to 1 എന്ന സ്റ്റേറ്റിലേക്ക് ഉണ്ടാവും, ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഹയർ ലെവലിൽ പോകുമ്പോൾ n is equal to 2 എത്തും. വീണ്ടും എനർജി ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ n is equal to 3 എത്തും. വീണ്ടും എനർജി എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ n is equal to 4 എത്തും.
ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്സിലായിട്ട് പല എനർജി സ്റ്റേറ്റ്സിൽ മാത്രമേ ഇലക്ട്രോണിന് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ എനർജി സ്റ്റേറ്റ്സിനാണ് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയാം. സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഈ ഒരു കോൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ് ബോർസ് ആറ്റം മോഡൽ വാസ് ഡെവലപ്ഡ്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആറ്റം മോഡലാണ് ബോറിന്റെ ആറ്റം മോഡൽ. അത് നമ്മൾ ഹൈഡ്രജന്റെ ആറ്റമാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഈ ബോർ ആറ്റം മോഡൽ ഡെറൈവ് ചെയ്തെടുത്തിട്ടത് അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദി ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. ആൻഡ് പ്രധാനമായിട്ടുള്ള ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ in which all the positive charges are embedded and electrons are revolving around the positively charged nucleus in different orbits called stationary states. And in a particular stationary state, energy is a constant. Energy cannot liberate or absorb whenever the electron is in a particular state, in a particular stationary state. Therefore, all discrepancies which were there in the case of classical theory was vanished in the case of Bohr theory. നമ്മൾ നേരത്തെ ക്ലാസിക്കൽ തിയറി പറഞ്ഞ സമയത്ത് ചില ഡ്രോബാക്സ് പറഞ്ഞു. റൂദർഫോർഡിന്റെ ആറ്റം ബോംബിന്റെ ഡ്രോബാക്സ് പറഞ്ഞു. എനർജി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഫോൾട്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി കൃത്യമായിട്ട് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടി വരുത്തിയിട്ടുള്ള ആറ്റം മോഡലാണ് നീൽ ബോറിന്റെ ആറ്റം മോഡൽ. ഇത് നമ്മൾ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ കേസിൽ പെർട്ടിക്കുലർ ആയിട്ട് നമുക്കിത് അനലൈസ് ചെയ്യും. അതിൽ നിന്നാണ് സ്പെക്ട്രം ഒക്കെ വരുന്നത്. ഏറ്റവും അറ്റോമിക് സ്റ്റഡിയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് സ്പെക്ട്രൽ സ്റ്റഡിയാണ്. ആ സ്പെക്ട്രൽ സ്റ്റഡിയൊക്കെ വരുന്നത് ഈ പറയുന്ന ആറ്റം മോഡലിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പം ഇത്രയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം വിശദമായിട്ട് പഠിക്കും. അതുപോലെ ഹൈഡ്രജന്റെ ഡിഫറെന്റ് സീരീസുകൾ, ഒരു ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് ഡിഫറെന്റ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവുന്നത്, അത് വെച്ചിട്ട് നമുക്ക് പാർട്ടിക്കിൾസിനൊക്കെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ we can study in the next class. You can go through the video again and again, and you can write the notes. Okay, thank you.